പെട്ടിക്കട പോലെയാണ് IVF ചികിത്സാ കേന്ദ്രങ്ങൾ. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പല നഗരങ്ങളിലും ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ധാരാളമുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ള ചികിത്സകൾ? അതായത് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയ്ക്ക് ഉള്ള ചികിത്സയ്ക്ക് വേണ്ടിയാണ്. ചികിത്സയ്ക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട്. അതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിൽ നിന്നല്ല മറ്റ് സ്ഥലങ്ങളിലുള്ളത്. അതുപോലെ ഹൈദരാബാദിൽ നിന്ന് വന്നത് എന്താണ്? ഇത് സരോഗസി ആക്ട് നമുക്കറിയാം. വാടക ഗർഭം ധരിക്കുന്നതിനുള്ള നിയമങ്ങളാണ്. അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. നയൻതാരയുടെ വിഷയമൊക്കെ നിങ്ങൾക്കറിയാം. നയൻതാര ഈ സരോഗസി ആക്ട് അനുസരിച്ച് അവർക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല. വാടക ഗർഭപാത്രം എടുത്ത് അതിലാണ് അവരുടെ ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. നയൻതാര പ്രസവിച്ചതല്ല. അപ്പോൾ നയൻതാരയുടെ വിഷയമൊക്കെ വന്നപ്പോൾ വാർത്തകളിലൂടെ ഇക്കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. 250 കോടി രൂപ വരെയാണ് പല ഈ ആശുപത്രികളിലും ചാർജ് ഈടാക്കുന്നത്.